ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇറച്ചിയോ മീനോ എന്നൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഇടിച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നാൾ സൂക്ഷിച്ച് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണേ എന്നുകൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാനത് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഇടിച്ചക്ക നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് തന്നെ നമുക്ക് മതിയാവും. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 2-3 വിസിലെങ്കിലും നമ്മളിത് അടുപ്പിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് വേവിച്ച് എടുക്കാം. അപ്പോഴേക്കും തന്നെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. അപ്പോൾ ഒരു മുറി തേങ്ങയിൽ നിന്ന് ഞാനൊരു പകുതിയോളം ഞാൻ ചെറിയെടുത്തതാണ് എടുക്കുന്നത്. എന്നിട്ടൊരു 2-3 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക, ചെറിയൊരു പീസ് പട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ഏലക്കായ, ഒരു 2-3 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അത് വറുത്ത് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തേങ്ങ വറുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായ രീതിയിൽ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും മാത്രമല്ല നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. എന്നിട്ടൊരു 4-5 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 പിഞ്ചോളം നമുക്ക് വലിയ ജീരകം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ല ബ്രൗൺ കളറിലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൈറ്റ് കളറിൽ ഒരുപോലെ ആവാത്ത രീതിയിൽ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോ ആയിരിക്കണം. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ആ ഒരു മസാലയുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ടല്ലേ. ഈ ഒരു രീതിയിലാണ്. പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പൊടിയൊക്കെ കരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ ആകെ മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് നമ്മുടെ ഇടിച്ചക്ക ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ വെന്ത് നല്ലൊരു പെർഫെക്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു തേങ്ങ വറുത്തതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഈ ഒരു തേങ്ങ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വറുത്ത രീതി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അരച്ചെടുക്കാൻ വെള്ളം ചേർക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാകുന്നില്ല കേട്ടോ. നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. അതിലുള്ള ആ ഒരു എണ്ണയുടെ ഇതൊക്കെ കൂടി ചേർന്നിട്ട് നല്ലപോലെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം യൂസ് ചെയ്തുകൊണ്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ കറിക്ക് ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു കറി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് തിളച്ചൊക്കെ വന്നിട്ട് അതിൻ്റെ ഗ്രേവി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ചൊക്കെ വേവിക്കാൻ വെച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്
കറി നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയുടെ ആ ഒരു എന്താ പറയുക എണ്ണയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് തെളിഞ്ഞ രീതിയിലേക്ക് വരും. ആ ഒരു രീതിയിലാവുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് വളരെ കറക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറി കിട്ടേണ്ടത്. നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടിച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇടിച്ചക്ക ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഇനി നമുക്കിതിലേക്ക് വറവിടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ടൊരു 5-6 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണം തന്നെ വരും. അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറിൽ ആവുന്നത് വരെ നമ്മളത് മൂപ്പിച്ചെടുക്കണം. ഒരു 2-3 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ. കറി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം. അപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ബെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇടിച്ചക്കയൊക്കെ എല്ലാം ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കിട്ടുന്നവരെല്ലാം ഈ രീതിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ചോറുണ്ണാൻ കഴിയുന്നതാണ് ഈ ഒരു ഇടിച്ചക്ക മസാല എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ ഇടിച്ചക്ക എങ്ങനെയാണ് നമ്മൾ കുറേ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ചധികമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിനി കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക കിട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ കഷ്ണങ്ങളാക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു നടുക്കുള്ള ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഈ ഒരു ഭാഗമൊക്കെ അങ്ങോട്ട് കളഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിത് അതേപോലെ ഒരു സിബ്ലോക്ക് കവർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് വെക്കുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അതിന് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുത്ത് വെക്കുക. നന്നായിട്ട് ലോക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ്. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 ആഴ്ചയോളമൊക്കെ നമുക്കിത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് കൂടി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.